അപ്പം പറ ഏതാണ് ഈ ഫീൽഡിൽ ഇപ്പോ ആദ്യമായിട്ടാ? അതെ അതെ ഈ ഫീൽഡ് എന്ന് വെച്ചാൽ കാണുന്നവർക്ക് മനസ്സിലായില്ല ഏത് ഫീൽഡാന്ന് വേണ്ടി പറ. മൊബൈൽ ഫീൽഡിൽ ആദ്യമായിട്ട്. മൊബൈൽ ഫീൽഡിൽ ഓക്കെ. ഇതുവരെ എവിടെയും പോയിട്ടൊന്നുമില്ല? ഇല്ല, ഞാൻ സെയിൽസിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ പുതിയൊരു ഫോൺ ഇപ്പോ വരുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ടോ ഇങ്ങനെ എടുക്കണോ അല്ലെങ്കിൽ അടിപൊളിയാന്നൊക്കെ തോന്നലുണ്ടോ? അതായത് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഈ ഫീൽഡിനോട്, ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു ഫീൽഡിനോട്? അല്ലെങ്കിൽ ഉണ്ട്, പക്ഷെ ഇതിനെ കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടുള്ള ആ ഒരു പകച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ പുതിയ ഫോണുകൾ വരുമ്പോ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പുതിയ ഫോണിൽ അതെ, പുതിയ ഫോണുകൾ വളരെ ഇഷ്ടമാണ്. ശ്രദ്ധിക്കാറുണ്ടോ? അതെ, ശ്രദ്ധിക്കാറുണ്ട്. അതിനെ കുറിച്ച് ഇങ്ങനെ മെയിൻ ആയിട്ട് ക്യാമറ, പിന്നെ എത്ര മെമ്മറി, റാം, ഇതെങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് അറിയാവൂ. അതിനെ കുറിച്ച് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതിന്റെ ഫോട്ടോ ക്വാളിറ്റി അതൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഒരു ഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ? ഫോട്ടോ ക്വാളിറ്റിയാ? അതെ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ഫാസ്റ്റ് ആയിരിക്കണം. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു ഫോൺ ഇപ്പൊ നാളെ നീ എടുക്കാൻ പോവാ, അപ്പൊ മെയിൻ ആയിട്ട് എന്താ ഫസ്റ്റ് എന്താ നോക്കുക? അതായത് ബ്രാൻഡ് വാല്യൂ ആണോ, അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ ക്വാളിറ്റി അങ്ങനെ ആണോ, അല്ലെങ്കിൽ റാം ആണോ, എന്താ നോക്കുക? ഫസ്റ്റ് നോക്കുന്ന വെച്ചാൽ അതിന്റെ കോസ്റ്റ് നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്ന് നോക്കും. ബ്രാൻഡ് പ്രശ്നമല്ല, എന്നാലും അതില് അത് നമുക്ക് പൈസ കൊടുക്കുന്നത് വെറുതായിരിക്കണം. ആ ഒരു ഇതിൽ കിട്ടണം. എന്ന് വെച്ചാൽ ഓവർ പ്രൈസ് ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മള് ഇപ്പം അത്യാവശ്യത്തിന് ഇത് കാര്യങ്ങൾ നടക്കണം. അത്യാവശ്യം ഫോട്ടോ ക്വാളിറ്റി, പിന്നെ അത്യാവശ്യം ഫാസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ കിട്ടണം. അതാണ് അത്ര ഇഷ്ടപ്പെട്ട. ഇപ്പൊ അടുത്ത് ലോഞ്ച് ആയാലും ഇഷ്ടപ്പെട്ട ഒരു ഫോൺ ഏതാ? ഇപ്പൊ അത് എടുക്കണം എന്ന് ആഗ്രഹമുള്ളത്? X300 വിവോ X300. എന്താ കാരണം? എന്താ? അതിന്റെ ഫോട്ടോ ക്വാളിറ്റി, പിന്നെ അതിന്റെ ലെൻസ് കാര്യങ്ങള്. അതായത് അഡ്വർടൈസ്മെന്റ്, അത് ഫോൺ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് വീഡിയോയിൽ കൂടെ അല്ലാതെ കണ്ടിട്ടില്ല. അപ്പോ ഇത് വീഡിയോ കൂടെ അല്ലാതെ കണ്ട ഓരോരോ റിവ്യൂവേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഈ ഫോൺ എടുത്തിട്ട് ഇത് നമുക്ക് സംതൃപ്തി അല്ലെങ്കിൽ എന്ത് ചെയ്യും എടുത്തു കഴിഞ്ഞ ശേഷം? അതെ, അത് ഇത് റിവ്യൂ കേട്ടോളം നല്ലതാണ് എന്നാണ് എന്റെ ഒരു ഞാനും കേട്ടത് നല്ലതാണ്. പക്ഷേ അതിന് എന്താ പറയാ, അത് നല്ല അല്ലെങ്കിലോ, അതായത് നമുക്ക് പേഴ്സണലി നമുക്ക് വേണ്ട രീതിയിൽ നല്ല അല്ലെങ്കിലോ, അതായത് നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? എന്തായാലും ഒരു 1,00,000 കസ്റ്റമർ യൂസ് ചെയ്തിരുന്ന ഫോൺ ആയിരിക്കും. അതിനെ സംബന്ധിച്ച് ആരും കൂടുതൽ മോശം അഭിപ്രായം ഇതുവരെ കേട്ടിട്ടില്ല. ആ ഫോൺ നല്ലതാണ്, പക്ഷെ അതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ മാത്രമാണ് കുറച്ച് പ്രശ്നമുള്ളത്. മീൻസ് ഒരുപാട് ബ്ലോട്ട് വേസും അതിനൊരു ചൈനീസ് ഒരു എന്താ പറയുക യുഎന്റെ ഒരു ഫീൽ വരുന്നുണ്ട്. അത് ഞാൻ പേഴ്സണലി ഞാനത് ചെക്ക് ചെയ്തിട്ട് കൊണ്ട് പറയാം. പിന്നെ അതിന് വിവോ X300 അൾട്ര എന്ന് പറയുന്ന മോഡൽ, അത് കണ്ടിട്ടുണ്ടോ? അതിലും പുതിയ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു മോഡൽ, അതായത് 200 മെഗാപിക്സൽ മെയിൻ പ്രൈമറി ഒക്കെ വരുന്നത്, അൾട്രാ വൈഡ് എല്ലാം വരുന്നത് ഒരു ഫോൺ ഉണ്ട്. അപ്പോ അത് കണ്ടിട്ടുണ്ടോ? കുറച്ചുകൂടി തിക്നെസ് കൂടിയിട്ടുള്ള? ഇല്ല, അത് ശ്രദ്ധിച്ചിട്ടില്ല. അത് നല്ല ഫോണാണ്. പക്ഷെ ഇതിന് രണ്ടിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, പ്രശ്നമല്ല, ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഇതിന്റെ സോഫ്റ്റ്വെയർ കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്. സോഫ്റ്റ്വെയർ അല്ല, ഫാസ്റ്റ് മീൻസ് ഫോൺ ഫാസ്റ്റ് ആണ്, പക്ഷെ അതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് നമ്മൾ iOS എന്നൊക്കെ പറയുന്ന പോലെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോ അതാണ് എടുക്കാൻ. വേറെ ഏതെങ്കിലും ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? വേറെ പിന്നെ ഐഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐഫോണ് പിന്നെ പുതിയ ഇങ്ങനെ അപ്ഡേഷൻ ആയി വരണത് കൊണ്ട് പിന്നെ നമ്മൾ ഒന്ന് എടുക്കാനായിട്ട് നിൽക്കുമ്പം പിന്നെ അടുത്തത് പുതിയ ഒന്ന് ലോഞ്ച് ചെയ്യും. അത് എല്ലാ കമ്പനിയും ഓരോ വർഷം പുതിയ ലോഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പൊ അടുത്തത് ചാടി ഇങ്ങ് പോകുന്നു. അതല്ല, അതാ ചോദിക്കുന്നത്. അപ്പൊ ഐഫോണ് അതിപ്പോ സ്വാഭാവികമായിട്ട് എല്ലാ കമ്പനികളും ഇറങ്ങുന്നുണ്ട്, എല്ലാ വർഷത്തിലും പുതിയ പുതിയ മോഡൽസ് ഇറക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഐഫോണിനോട് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും എടുക്കണമെന്ന് പൈസ ഉണ്ടെങ്കിൽ? ഐഫോൺ ഇപ്പൊ എല്ലാവരും ഉണ്ട്, അതിന്റെ ഒരു വാല്യൂ കുറഞ്ഞു വന്നോണ്ടിരിക്കാൻ ഐഫോൺ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഐഫോൺ അങ്ങനെ താല്പര്യമില്ല. കുറച്ച് പൈസ നമ്മുടെ അടുത്ത് ഉണ്ട്, ഒരു മാറ്റി വെച്ച് കുറച്ച് പൈസ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഐഫോൺ എടുക്കുവോ? അതാ ചോദ്യം. ഇല്ല, ഐഫോൺ എടുക്കില്ല. എനിക്ക് വിവോ അല്ലെങ്കിൽ പിന്നെ എടുക്കുന്നത് സാംസങ് ആണ്. 25 26 എടുക്കാൻ. സാംസങ്ങിന്റെ അട്രാക്ഷൻ ചെയ്യാനുള്ള കാരണം എന്താ? കാരണം ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട് സാംസങ്ങിൽ, അതായത് ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ. പിന്നെ എന്താ പറയുക, വാറണ്ടി പോരാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ ഇഷ്യൂസ് ഇങ്ങനെ നമ്മൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാറുണ്ടോ? ഈ ന്യൂസ് കണ്ടിട്ടുണ്ടോ? ന്യൂസ് അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നാലും സാംസങ് നല്ലൊരു ബ്രാൻഡാണ്, വിശ്വസിക്കുന്നുണ്ട് സാംസങ്ങിനെ. എടുക്കാൻ പറ്റുന്ന ഒരു. ഞാൻ പേഴ്സണലി വർഷങ്ങളായിട്ട് സാംസങ് ആണ് യൂസ് ചെയ്യുന്നത്, നല്ല ബ്രാൻഡ്. എനിക്കിതിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ സാംസങ് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ റിവ്യൂവേഴ്സ് ഒക്കെ മോശമായിട്ട് പറയുന്നുണ്ട്, അതാ ചോദിച്ചത്. സാംസങ്ങിനെ പറ്റി എല്ലാവരും അല്ല, പറയുന്ന ആൾക്കാരുണ്ട്. മലയാളത്തിലെ ഫേമസ് ആയിട്ട് അല്ല, മലയാളത്തിലെ ഒരു ഫേമസ് യൂട്യൂബർ ഇതിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കില്ല.
അപ്പൊ പറ. അപ്പൊ ആപ്പിളിനെ പറ്റി ഇത്രയാണ് ഇതിലുള്ളത്. ആപ്പിൾ ഒരിക്കലും എടുക്കില്ല അല്ലേ? ആപ്പിൾ എടുക്കില്ല എന്നല്ല, ഇപ്പൊ ഒരാൾ ഗിഫ്റ്റ് തന്നല്ല ഐഫോൺ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഐഫോൺ ഇതുവരെ? ഐഫോണിന്റെ സോഫ്റ്റ്വെയർ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അത് യൂസ് ചെയ്യാൻ കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, അത് കുറച്ച് എന്താ പറയാ, അത് കുറച്ച് ലോക്ക്, അതായത് ഫീച്ചേഴ്സ് കുറച്ച് ലിമിറ്റഡാ. അതെ, അങ്ങനെ ഒരു ബുദ്ധിയാണ്. സാധാരണ നമ്മളെ ഈ ചൈനീസ് മാർക്കറ്റിൽ ഇറങ്ങുന്ന അതുപോലത്തെ ഫോണാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനോടാണ് താല്പര്യം. അത് കുറച്ച് കൂടെ ഈസിയാണ്. അതായത് സിനിമ ഡൗൺലോഡ് ചെയ്യാനും കാണാനും ബാക്കിയുള്ള നമ്മുടെ ഡെയിലി യൂസിനൊക്കെ കുറച്ചുകൂടി നല്ലത് ആൻഡ്രോയിഡ് ഫോണാണെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സാംസങ്ങിനെ പറ്റി? സാംസങ്ങും അതുപോലെ തന്നെയാണ് ഇഷ്ടമുള്ള. സാംസങ്ങിന്റെ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? സാംസങ്ങിന്റെ ഫോണ് അങ്ങനെ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇല്ല, ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പുതിയ മോഡൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? യൂസ് ചെയ്യാം, നമ്മളിവിടെ ആണല്ലോ ഉള്ളത്. അപ്പൊ പിന്നെ കമ്പ്യൂട്ടറിനെ പറ്റി എന്താ അറിയൂ? കമ്പ്യൂട്ടറിനെ കുറിച്ച് അങ്ങനെ വലിയ അറിവില്ല. കേൾക്കുന്ന ആൾക്കാരിലേക്ക് ഞാൻ എന്തോ ഹറാസ് ചെയ്ത് പറയും കേട്ടോ. അതൊക്കെ വേണം, അതൊക്കെ കട്ടായി. ഇത് കാണുന്ന ആൾക്കാരിലേക്ക് ഞാൻ എന്തോ ഹറാസ് ചെയ്ത് പറയിപ്പിക്കാൻ അങ്ങനെ നല്ല കേട്ടോ. അത് ഞാൻ ജസ്റ്റ് കാഷ്വൽ ടോക്കാം. ഓക്കെ, അപ്പോ ഈ കമ്പ്യൂട്ടറിനെ പറ്റി നോക്കാം. കമ്പ്യൂട്ടറിനെ കുറിച്ച് അത്രയ്ക്ക് അറിയില്ല. യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ വിൻഡോസ് 11 ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് എത്ര വർഷം മുന്നേ ഈ അടുത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? അതായത് 2022 കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? അതായത് അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ, ഇപ്പൊ ഫോണാണല്ലോ, ഇതെല്ലാം ഫോണിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിന്റെ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോ നമുക്ക് ഇന്നത്തെ എന്താ പറയാ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. കൂടുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് എന്താക്കാം, അടുത്ത പ്രാവശ്യം നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു. താങ്കളെ പരിചയപ്പെടാൻ വളരെ സന്തോഷം. ഓ ശരി.